ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അനുവാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഇന്ന് ഞാനൊരു വലിയൊരു സംഭവം ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ സോപ്പ് മേക്കിംഗ് വീഡിയോ ചെയ്യുവാണ് ഇന്ന്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ സോപ്പ് റെഡിയാക്കി എടുത്തതേണ്ടേ ഞാൻ റെഡിയാക്കിയെടുത്ത സോപ്പാണ് ഇത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു വീഡിയോ ആക്കി ചെയ്യാമെന്ന്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ ആദ്യമായിട്ട് ഒരു സംരംഭം എന്ന നിലയിലുള്ള കാര്യം ചെയ്തു. ഇത് റെഡിയാക്കി എടുക്കുന്നത് ഇപ്പോൾ യൂട്യൂബിനകത്ത് തുറക്കുമ്പോഴെല്ലാം ഉണ്ട് സോപ്പ് മേക്കിംഗ് വീഡിയോസ്. അപ്പം ഞാൻ വിചാരിച്ചാൽ ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ ഞാൻ സോപ്പ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങി ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ചെയ്ത് നോക്കിയ സോപ്പ് മേക്കിംഗ് വീഡിയോ ആണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആർക്കും എളുപ്പത്തിൽ വീട്ടിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ചെയ്തെടുത്തേക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാവേ. ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു വലിയൊരു ക്യാരറ്റ് കേട്ടോ. ക്യാരറ്റ് നല്ലതുപോലെ കഴുകി അതിൻ്റെ തൊലിയൊക്കെ സ്കിന്നെല്ലാം കളഞ്ഞിട്ട് നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണേ. ഇത് കട്ട് ചെയ്യാതെ നമുക്കിത് ചീകി എടുക്കാനാണെങ്കിലും എടുക്കാം കേട്ടോ. കാരണം നമുക്ക് വേണ്ടുന്നത് ഇതിൻ്റെ ജ്യൂസ് മാത്രമാണ്. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നല്ലതുപോലെ വെള്ളം ഒരു ശകലം പോലും ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാതെ നമ്മൾ ഈ ക്യാരറ്റ് ഇത്രയും അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് പാടാണ്, കുറച്ച് അരയാതെയൊക്കെ കിടക്കും. കാരണം വെള്ളം നമ്മൾ ചേർക്കാത്തത് കൊണ്ട്. പക്ഷേ വെള്ളം ഒട്ടും ചേർക്കരുത്. ഞാനിപ്പോൾ ഇത് ഇത്രയും ഒരു ക്യാരറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ സോപ്പ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മുടെ കറ്റർവാഴ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പം ഞാനൊന്ന് അരച്ച് മിക്സിയുടെ ജാറിനകത്ത് നല്ലതുപോലെ അരച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ തരിതരി അവിടെ ഉണ്ട്. എങ്കിലും നമുക്ക് ആ കിട്ടിയത് അത്രയും ജ്യൂസ്, ഒരു ക്യാരറ്റിൻ്റെ അത്രയും ജ്യൂസ് നമ്മൾ പിഴിഞ്ഞെടുക്കണം. നമുക്ക് ജ്യൂസ് മാത്രം മതി. നമ്മൾ സ്പൂണ് വെച്ചിട്ട് എടുക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ അരിപ്പയിലകത്തോട്ട് കൈ വെച്ചിട്ട് എത്രത്തോളം നമുക്കതിൻ്റെ ജ്യൂസ് എടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മളതിൻ്റെ ജ്യൂസ് എടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കറ്റാർവാഴയാണ്. അപ്പോൾ ഞാൻ ഈ സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ക്യാരറ്റും കറ്റാർവാഴയും കേട്ടോ. നമുക്ക് ഏത് സാധനം വെച്ചിട്ടും നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ സോപ്പ് റെഡിയാക്കി എടുക്കാം, ഒരു കെമിക്കലും ഇല്ലാതെ തന്നെ. അതുകൊണ്ട് നമുക്ക് എന്ത് സാധനം വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന എൻ്റെ സോപ്പ് ക്യാരറ്റും അലോവേര ജെല്ലും ഉപയോഗിച്ചിട്ട് കേട്ടോ. ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് തന്നെ ക്യാരറ്റിൻ്റെ ജ്യൂസ് അത്യാവശ്യം വേണ്ട അത്ര ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് കളയാം. ഇത്രയും ജ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി, ധാരാളം. ഞാൻ 4 സോപ്പാണ് ഉണ്ടാക്കുന്നത്. മോൾഡ് 4 സോപ്പിൻ്റെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടുന്നത് കറ്റാർവാഴയാണ്. ഞാനിവിടെ 2 വലിയ തണ്ട് കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കറ്റാർവാഴ ഇല്ല കേട്ടോ. ഇതെൻ്റെ വീട്ടിൽ നിന്ന് ചേച്ചി വന്നപ്പം ചേച്ചിയെ കൊണ്ട് ഞാൻ എടുപ്പിച്ചതാണ് ഇത്. അപ്പം ഞാനിത് അത്യാവശ്യം നല്ല 2 കറ്റാർവാഴയുടെ തണ്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഇതാദ്യം നമ്മളിത് കഴുകി ഇതിൻ്റെ കറയെല്ലാം കളഞ്ഞതിന് ശേഷം അതിൻ്റെ 2 സൈഡിലെ ചെത്തി കളഞ്ഞിട്ട് നമുക്കതിൻ്റെ കറ്റാർവാഴയുടെ ജെല്ല് മാത്രം നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ടോ പിച്ചാത്തി വെച്ചിട്ടോ നമുക്ക് മൊത്തത്തിൽ എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് എടുക്കുന്നത്. അത് നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് നല്ല വൃത്തിയായിട്ട് അടിച്ചെടുക്കണേ. അതിനും വെള്ളം ഒട്ടും വേണ്ട. കാരണം കറ്റാർവാഴ ജെല്ലേ വെള്ളമാണല്ലോ. അപ്പം നമ്മൾ ഒരുപാട് നേരം കറ്റാർവാഴയുടെ ജെല്ല് മിക്സിക്കകത്തിട്ട് അടിച്ച് കഴിയുമ്പോൾ അതൊരു പത പോലെ ഇരിക്കും കേട്ടോ. പത കൺസിസ്റ്റൻസി ആയിട്ട് വരുവേ. നമ്മൾ നാച്ചുറലായിട്ടുള്ള കറ്റാർവാഴ എടുക്കുന്നതായിരിക്കും നല്ലത്. എങ്കിലും നമ്മുടെ റെഡിമെയ്ഡ് ഇത് കിട്ടാത്തവർക്ക് നമ്മൾ റെഡിമെയ്ഡായിട്ടുള്ള കറ്റാർവാഴ ജെല്ലെടുത്താലും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ഞാനിപ്പം ഇത് രണ്ടും കൂടെ ഞാനിങ്ങനെ സ്പൂണിനകത്ത് എടുത്തിട്ട് ഇതുപോലെ ചീകി അത് ഫുള്ള് എടുക്കുന്നുണ്ട് കേട്ടോ. കറ്റാർവാഴയുടെ ഗുണവും നമ്മുടെ ക്യാരറ്റിൻ്റെ ഗുണവും എല്ലാവർക്കും അറിയാവുന്ന, നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം നൽകാനും നമ്മുടെ സ്കിന്നൊന്ന് നറിഷ് ചെയ്ത് വെക്കാനും നമ്മുടെ സ്കിന്നിന് നല്ല ഒരു എന്താ പറയണ്ടേ, മുഖത്തുള്ള പാടുകളും കാര്യങ്ങളും ഒക്കെ മാറാനും സ്കിന്നിനായാലും തലമുടിക്കായാലും കറ്റാർവാഴയുടെ ഗുണം ഏറെയാണ്. അപ്പം നമുക്ക് കറ്റാർവാഴ ഈ ഒരു സോപ്പിനകത്ത് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാകും. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ വളരെ എളുപ്പത്തിലാണ്. നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെന്ന് വെച്ചാൽ സോപ്പ് ബേസ് വേണം നമുക്ക്. അത് നമുക്ക് മീഷോയിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ എവിടെ വേണമെങ്കിലും ഓൺലൈനിൽ നമുക്ക് കിട്ടും. ഞാൻ മീഷോയിൽ വഴി വാങ്ങിയതാണ് ഇത് രണ്ടും. മോൾഡ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. സോപ്പ് ബേസ് മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഫ്രീ ഷിപ്മെൻ്റ് ആയിരുന്നു. എനിക്കൊന്ന് ഏകദേശം ഒരു 200 രൂപയ്ക്കകത്ത് രണ്ടും എനിക്ക് കിട്ടി കേട്ടോ. അതായത് മോൾഡും കിട്ടി, ബേസും കിട്ടി, സോപ്പ് ബേസും കിട്ടി കേട്ടോ. അപ്പം ഞാൻ നല്ലോണം ജെല്ലുണ്ടായിരുന്നു കേട്ടോ. കറ്റാർവാഴയുടെ ജെല്ല് നല്ലതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ
മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് നല്ല വൃത്തിയായിട്ട് ഒന്ന് അടിച്ച് എടുക്കണം കേട്ടോ. അപ്പം നല്ല പത ഫോമിൽ വരും കേട്ടോ. അപ്പം നമ്മൾ സോപ്പ് ഉണ്ടാക്കാനുള്ള നമ്മുടെ ക്യാരറ്റിൻ്റെ ജ്യൂസും കറ്റാർവാഴയുടെ ജ്യൂസും നേണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട, ഞാൻ പറഞ്ഞില്ല നല്ല പതയായിട്ട് കിട്ടും കേട്ടോ, നല്ല പോലെ അടിച്ചതുകൊണ്ടാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് എന്നിട്ട് സോപ്പ് ബേസ് എടുക്കാം. സോപ്പ് ബേസ് ഞാനിവിടെ ചെറിയ തോതിൽ, ഞാൻ പറഞ്ഞല്ലോ 4 സോപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ 4 സോപ്പിന് എനിക്കിതിൻ്റെ പകുതി ബേസ് മതി കേട്ടോ. അപ്പം ഞാനിതിൻ്റെ പകുതി കട്ട് ചെയ്തിട്ട്, നമ്മളിത് എളുപ്പമാണേ കട്ട് ചെയ്യാൻ കേട്ടോ. ഇത് ഒരു പകുതി എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ പീസായിട്ട് നമ്മൾ ചെറിയ ക്യൂബായിട്ട് നമ്മളിതെല്ലാം കട്ട് ചെയ്തെടുക്കണം. ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളിത് ഡബിൾ ബോയിൽ മെത്തേഡാണ് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ അങ്ങനെ നമ്മൾ ഉരുക്കിയെടുക്കുന്നത്. ഇത് പെട്ടെന്നാണ്, മിനിറ്റ് കൊണ്ട് ഉരുക്കി കിട്ടും കേട്ടോ. അപ്പം ഞാനിവിടെ ചെറിയ സ്ക്വയർ പീസസ് ആക്കിയിട്ട് ഞാനിത് ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തീ കുറച്ചിട്ടേക്കുവാണ്. അപ്പം നമുക്ക് ഇത് വേറൊരു ചരുവത്തിനകത്താക്കിയിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ചെയ്യാൻ പോവുകയാണ്. ഇതിപ്പോൾ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്, കാരണം എനിക്ക് 4 സോപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും എടുത്തത്. ബാക്കി ഞാൻ മാറ്റി വെച്ചത് വേറൊരു അടുത്ത് നമുക്ക് സോപ്പ് ഉണ്ടാക്കുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അതുകൊണ്ട് ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാനിനി ആ ഒരു മെത്തേഡ് കാണിച്ചു തരാം. അതിനകത്തോട്ട് ചെയ്ത് ഞാനിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കട്ടെ. മെൽറ്റ് ചെയ്ത് ഒരു 2-3 മിനിറ്റിനുള്ളിൽ നമുക്കിത് മെൽറ്റായിട്ട് കിട്ടുമേ. ഞാൻ നേണ്ട പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് തീ കുറച്ചിട്ടേക്കും കേട്ടോ. അതിനകത്തോട്ട് ഞാൻ ചെറിയൊരു ചരുവം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് നമ്മുടെ ഈ സോപ്പ് ബേസ് ഈ ക്യൂബാക്കി വെച്ചേക്കുന്ന എല്ലാം കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാവേ. പെട്ടെന്ന് മെൽറ്റാവും കേട്ടോ. നമ്മൾ ആ ഒരു പാത്രം നോക്കുമ്പോൾ തന്നെ അറിയാം മെൽറ്റായി തുടങ്ങി. അപ്പം നമ്മളത് ഒരു പാത്രം വെച്ച് ഒരു തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു തവി വെച്ചിട്ട് ഇളക്കി അതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേന് നമ്മൾ അതിനകത്തോട്ട് നമ്മുടെ ക്യാരറ്റ് ജ്യൂസും നമ്മുടെ കറ്റാർ വാഴയുടെ ജെല്ലും കൂടെ ഒരുമിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ തവി വെച്ച് മിക്സ് ചെയ്യണം കേട്ടോ. അത് രണ്ടും കൂടെ നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ ഇവിടെ ഏകദേശം നമ്മുടെ സോപ്പ് ബേസ് ഉരുക്കി കഴിഞ്ഞ് ഒരു ശകലം കൂടെ ഉള്ളൂ ഉരുകാൻ. ഉരുകി കഴിയുമ്പോൾ നമുക്കിത് രണ്ടും കൂടെ അതിനകത്തോട്ട് ഇട്ട് നല്ല വൃത്തിയായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് പിന്നെ നമ്മളിതിനകത്തോട്ട് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ്. അത് ഓപ്ഷണലാണ്, ഇല്ലെങ്കിൽ വേണ്ട, ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യാം. കാരണം സ്കിന്നിന് നല്ല ഒരു യുവത്വം നിലനിർത്താൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു ടാബ്ലറ്റ്, ഞാനിവിടെ 4 സോപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരൊറ്റ ടാബ്ലറ്റ് ഞാൻ അതിനകത്തോട്ട് പൊട്ടിച്ചൊഴിക്കുന്നുള്ളൂ. നമ്മളതിൽ കൂടുതൽ ഉണ്ടാക്കുവാണെങ്കിൽ 2-3 ടാബ്ലറ്റ് ഒഴിക്കാം കേട്ടോ. ഞാനിപ്പം അത് എല്ലാം സെറ്റായി കഴിഞ്ഞപ്പോഴത്തേന് അതിനകത്തോട്ട് ക്യാരറ്റിൻ്റെ ജ്യൂസും നമ്മുടെ അലോവേര ജെല്ലിൻ്റെ ജ്യൂസും കൂടെ രണ്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് നമുക്കിതൊന്ന് അടുപ്പിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കൂടെ വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ സോപ്പിൻ്റെ നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു മിശ്രിതം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മോൾഡിലോട്ട് മാറ്റേണ്ട കാര്യമേ ഉള്ളൂ. നമ്മൾ റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ 1 മണിക്കൂർ വെച്ചാൽ മതി, സെറ്റാകും. അതല്ല നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനാണെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് റെഡിയായി കിട്ടും കേട്ടോ. ഞാൻ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത്. 1 മണിക്കൂറത്തെ കഴിഞ്ഞതിന് ശേഷമുള്ള സോപ്പാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇത് നമ്മൾ മിക്സായി കഴിഞ്ഞിട്ടുണ്ട്, നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇത് നല്ല പത വരും കേട്ടോ. പത നമ്മൾ കുറച്ചൊന്ന് ഒഴിവാക്കി കൊടുക്കണേ. ഇത് വന്നു കഴിയുമ്പോൾ ഇത് റെഡിയാക്കി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് വേണ്ട ഞാൻ ഒരെണ്ണം പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരെണ്ണം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മിക്സ് ഇവിടെ റെഡിയായി. ഇനി ഇത് മോൾഡ് ഞാൻ കാണിച്ചു തരാവേ. ഈ ഒരു മോൾഡിനകത്തോട്ട് നമ്മൾ കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കാവേ. 4 സൈഡിലൊന്ന് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് നമുക്ക് ഈ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തേച്ചില്ലേലും കുഴപ്പമില്ല, എങ്കിലും നമ്മൾ ഫസ്റ്റ് യൂസ് ആയതുകൊണ്ട് ഒട്ടിപ്പിടിക്കുമോ എന്നൊരു പേടി കൊണ്ടാണ്. പക്ഷേ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മളൊന്ന് വെളിച്ചെണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് നമ്മുടെ ഇത്രയും സോപ്പ് നമ്മൾ റെഡിയാക്കി എടുക്കുവാണേ. 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പതയുണ്ടായിരുന്നു കേട്ടോ. മണത്തിന് വേണ്ടി മാത്രം നമ്മൾ എന്തെങ്കിലും വേറെ ചേർത്താൽ മാത്രം മതി. അല്ലാതെ തന്നെ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല സോപ്പാണ്. നമ്മുടെ സോപ്പൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ബ്യൂട്ടി സോപ്പൊക്കെ നമ്മൾ എത്രയോ വില കൊടുത്ത് വാങ്ങുന്നില്ലയോ. ഇതുപോലെ 2 മോൾഡും
കുറച്ച് സോപ്പ് ബേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഇപ്പോൾ കറ്റാർവാഴയുടെ മാത്രം സോപ്പ് ചെയ്യാം, ക്യാരറ്റിൻ്റെ മാത്രം ചെയ്യാം, നമ്മുടെ ബീട്രൂട്ട് വെച്ചിട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാപ്പാൽ വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നമുക്കിഷ്ടമുള്ളത് എന്തോ വൈൻ വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നിന് എന്താണോ സ്യൂട്ടാവുന്നത് അത് വെച്ചിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കി എടുക്കാം, ഇല്ലയോ? പിന്നെ ഇതൊരു ബിസിനസ് ആക്കാനും സുഖമാണ്, വലിയ പാടും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഞാനും ഇപ്പോൾ ആലോചിക്കുക എന്തുകൊണ്ടിത് നമുക്ക് ചെയ്ത് കൊടുത്തുകൂടാന്ന്. അതുകൊണ്ട് നമുക്ക് ഈ പത വരുന്നതിനെ ഒന്ന് ഒഴിവാക്കാം കേട്ടോ. ഒരു ഫിനിഷ് കിട്ടാൻ വേണ്ടിയാണ്, വേറെ ഒന്നിനല്ല. പത ഇരുന്നാലും ഒരു കുഴപ്പമില്ല. എങ്കിലും നമുക്കൊരു ഫിനിഷ് കിട്ടാൻ വേണ്ടി മാത്രം നമ്മുടെ ഈ പതയെല്ലാം നമുക്കൊന്ന് ഒഴിവാക്കി കൊടുക്കാവേ. നമുക്കന്നേരം ഇത് വീട്ടിൽ ചെയ്തെടുക്കാം. ചെയ്തിട്ട് ആദ്യം നമ്മൾ ചെറിയ രൂപത്തിൽ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ അതുകൊണ്ടാണ് 4 എണ്ണം ചെയ്ത് നോക്കിയത്. നമുക്ക് കൊള്ളാം എന്ന് തോന്നുവാണെങ്കിൽ നമുക്കിതിൻ്റെ വലിയ മോൾഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് സോപ്പ് ബേസൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ പിയേഴ്സിൻ്റെ സോപ്പ് വെച്ചിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട്. ഞാൻ തൽക്കാലം ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ്, എനിക്ക് പറ്റുമോ എന്ന് നോക്കിയപ്പം സൂപ്പറായിട്ട് എനിക്ക് സോപ്പ് റെഡിയാക്കി കിട്ടി. നല്ല പതയുണ്ടായിരുന്നു, നല്ലോണം എനിക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പം ചെയ്യാൻ പറ്റിയൊരു സോപ്പ് മേക്കിംഗ് വീഡിയോ ആണ് ഇത്. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാം വീട്ടിൽ കേട്ടോ. കാരണം ഇതിന് വലിയ ചിലവും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു മോൾഡിനും സോപ്പ് ബേസിനും കൂടെ എനിക്ക് 200 രൂപയ്ക്ക് അകത്തേ ആയിട്ടുള്ളൂ. ഞാൻ മീഷോയിൽ നിന്നായിരുന്നു ബുക്ക് ചെയ്ത് വാങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം, ഒരു പാടുമില്ല. എല്ലാ വീട്ടമ്മമാരും വീട്ടിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ ഇതുപോലൊക്കെ സെറ്റ് ചെയ്ത് എടുത്താൽ നമുക്ക് വീട്ടിൽ നമ്മുടെ മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർക്കും കൊടുക്കാം, നമുക്കും യൂസ് ചെയ്യാൻ. വേണ്ടി ഇവിടെ സോപ്പ് റെഡി ആയിട്ടുണ്ട്. മുകളിൽ നമുക്ക് തോന്നും ഇത് സെറ്റായില്ലെന്ന്. സെറ്റാകാത്തതല്ല കേട്ടോ, നമുക്കൊരു എണ്ണമയം അതിനകത്ത് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ നല്ല വൃത്തിയായിട്ട് എൻ്റെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ആദ്യമായിട്ട് ഞാൻ ചെയ്ത ഒരു സോപ്പ് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല പതയുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ കഴുകി കാണിച്ചു തരാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. യൂസ്ഫുൾ എന്ന് വെച്ചാൽ നല്ല വീട്ടമ്മമാർക്ക് ഇതൊരു സന്തോഷമില്ലേ, നമ്മുടെ ഇതൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഒരു സന്തോഷമാണ്. എല്ലാവരും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് എല്ലാവരിലോട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സിന് ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക. ഞാൻ ഇവിടെ കഴുകി കാണിച്ചു തരാം പത വരുന്നുണ്ടോ എന്ന്. ചിലർക്ക് സംശയം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ പത വരുമോ എന്ന്. ഞാനിപ്പോൾ കാണിച്ചു തരാവേ. നല്ല പോലെ പത വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ ഈ സോപ്പ് ഇപ്പോൾ തന്നെ ഓർഡർ ആയിട്ടുണ്ട്. ഒരാൾക്ക് ലവ് ചിഹ്നം ഒരാൾ ചോദിച്ചു, സ്ക്വയർ ഒരാൾ ചോദിച്ചു. മക്കളാണ് നല്ല പോലെ പത വരുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. അപ്പം നല്ലപോലെ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ വെച്ചിട്ട്, ക്യാരറ്റോ ബീട്രൂട്ടോ നമ്മുടെ കറ്റാർ വാഴയോ. ഞാൻ കറ്റാർ വാഴ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇത് സോപ്പ് മേക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വിശദമായിട്ട് ഞാനിതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.